ഹലോ ലേൺ വിത്ത് ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3ാം ക്ലാസ്സിലെ EVSൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, വൈ ഡു വി റേസ് ആനിമൽസ്? നമ്മൾ എന്തിനാണ് ആനിമൽസിനെ വളർത്തുന്നത്? അതിൻ്റെ ചില റീസൺസ് നമ്മൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഫോർ ഫുഡ്, ആഹാരത്തിന് വേണ്ടി അല്ലേ? നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ആനിമൽസിനെ നമ്മൾ വളർത്തും. പിന്നെ അതുകൂടാതെ അടുത്ത റീസൺ എന്ന് പറയുന്നത് ഫോർ ഇൻകം അല്ലേ? വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആനിമൽസിനെ വളർത്തും. പിന്നെ അടുത്ത എന്താണ്? ഫോർ സെക്യൂരിറ്റി. അതായത് നമ്മൾ ഡോഗിനെയൊക്കെ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂരിറ്റിക്ക്, കാവൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില ആനിമൽസിനെ വളർത്തുന്നത്. അതുപോലെ ഫോർ പ്ലഷർ, നമ്മൾ പറഞ്ഞു ചില ബേർഡ്സിനെ, അതുപോലെ അക്വേറിയം, നമ്മൾ ഫിഷിനെയൊക്കെ വീട്ടിൽ നമ്മൾ റേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു സന്തോഷം അല്ലേ? പ്ലഷറിന് വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. നെയിം സം ക്രീച്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ കളർ. നമുക്ക് കളർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില ക്രീച്ചേഴ്സിൻ്റെ പേര്. നമ്മൾ പല വ്യത്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. എല്ലാ മൃഗങ്ങളും ഒരുപോലെ അല്ല, പല വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആനിമൽസ് ഉണ്ടല്ലേ? അതിലൊന്നാണ് കളേഴ്സ്. അപ്പോൾ കളർ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ക്രീച്ചേഴ്സാണ് ഉള്ളത്? നമുക്ക് പാരറ്റിനെ നമുക്കറിയാം. പിന്നെ എലിഫൻറ്റ്, അതുപോലെ തന്നെ ക്രോ, ഇതിനെയൊക്കെ നമുക്ക് കളർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ക്രീച്ചേഴ്സ് ഡിഫർ ഫ്രം ഈച്ച് അതർ? എങ്ങനെയാണ് ഓരോ ജീവികളും മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? എവറി ക്രീച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്ട്സ്, സ്ട്രൈപ്സ് എക്സെട്ര. നമ്മൾ പറഞ്ഞു സീബ്ര അതുപോലെ തന്നെ എലിഫൻറ്റ്, രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അപ്പം മൃഗങ്ങളുടെ ഷേപ്പ്, അതിൻ്റെ സൈസ്, കളറ്, ചിലവയ്ക്ക് എന്തുണ്ട്? ഹോൺസ് ഉള്ളതുണ്ട്, അതുപോലെ നെയിൽസ് നഖം, പിന്നെ സ്പോട്ട്സ് പുള്ളികൾ, അതുപോലെ സ്ട്രൈപ്സ് വരെയുള്ളവ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ മൃഗങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദ നെയിം ഓഫ് സം സീ ക്രീച്ചേഴ്സ്. ചില കടൽ മൃഗങ്ങളുടെ പേര് എഴുതാനായിട്ട്, കടൽ ജീവികളുടെ പേര് എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷാർക്ക്, ബ്ലൂ വെയിൽ, സീ ഹോഴ്സ്, സീ ഹെഡ്ജ് ഹോഗ്, സീ കുക്കുംബർ, സീ കൗ. ഇതൊക്കെ നമ്മൾ പഠിച്ചവയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റഗറൈസ് ക്രീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. ഓരോ ജീവികളുടെയും മൂവ്മെൻറ്റ് അനുസരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മൂവ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഏതൊക്കെയാണ്? വാക്കിങ്, ക്രോളിങ്, ഫ്ലൈയിങ്, സ്വിമ്മിങ്. വാക്ക് ചെയ്യുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? ഡോഗ്, കാറ്റ്, എലിഫൻറ്റ്, കൗ. ക്രൗളിങ് ക്രീച്ചേഴ്സോ? സ്നേക്ക്, സ്നെയിൽ, എർത്ത്വാം, കാറ്റർപില്ലർ. ഇനി ഫ്ലൈയിങ് ക്രീച്ചേഴ്സ്, പറക്കുന്നവ ഏതൊക്കെയാണ്? ക്രോ, പാരറ്റ്, പീജിയൻ, ബട്ടർഫ്ലൈ. സ്വിമ്മിങ് ക്രീച്ചേഴ്സ്, നീന്തുന്നവ ഏതൊക്കെയാണ്? ഫിഷ്, വെയിൽ, ഡോൾഫിൻ, ടോർട്ടോയിസ്, പെൻഗ്വിൻ. ഇത്രയാണ് വരുന്നത്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലേ, നമ്മൾ പറഞ്ഞു ഹോപ്പിംഗ്, അത് ചാടുന്നവയുണ്ടല്ലേ, ഫ്രോഗിനെ പോലെയൊക്കെ ഉള്ളത്. ഇനി അടുത്ത പേജിലേക്ക് വന്നേ. അടുത്ത 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈസ് ദെയർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചർ ആൻഡ് മൂവ്മെൻറ്റ്സ് ഓഫ് ക്രീച്ചേഴ്സ്? വൈ? അതായത് ജീവികളുടെ മൂവ്മെൻറ്റും അതിൻ്റെ ബോഡി ഫീച്ചർ, ശരീരത്തിലെ പ്രത്യേകതകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബന്ധം ഉണ്ടല്ലേ? യെസ്. വൈ എന്ന് ചോദിച്ചാൽ നമുക്ക് യെസ് എന്ന് എഴുതാം. യെസ്, ഈച്ച് ക്രീച്ചർ ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദി എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്. ഓരോ ക്രീച്ചറിനും അതിൻ്റെ ശരീരത്തിലെ അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചുള്ളൊരു ഫീച്ചർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ബേർഡ്സിനാണെങ്കിൽ എന്ത് വേണം? വിങ്സ് വേണം അല്ലേ? അത് നമ്മൾ പറഞ്ഞു. പിന്നെ അതുകൂടാതെ അത് ജീവിക്കുന്ന ചുറ്റുപാടും അതനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ ബോഡിയുടെ ഫീച്ചർ വരുന്നത്. ഇപ്പോൾ ഫിഷിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ മറ്റ് ആനിമൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ടല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ബേർഡ്സിന് നോക്കുകയാണെങ്കിൽ വിങ്സ് ഉണ്ട്. അപ്പം ഓരോ ആനിമൽസിനും അതിന് ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച്, അതിൻ്റെ സാഹചര്യങ്ങളനുസരിച്ച്, അതിൻ്റെ ബോഡി മൂവ്മെൻ്റ് അനുസരിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകും. 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ഹെർബിവോസ്, കാർണിവോസ് ആൻഡ് ഒംനിവോസ്?
എന്താണ്? ദ ക്രീച്ചർ വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് ആർ കോൾഡ് ഹെർബിവോർസ്. ഹെർബ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയാണ് നമ്മൾ ഹെർബിവോർസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? കാർണിവോർസ്. ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി മീറ്റ് ആർ കോൾഡ് കാർണിവോർസ്. അതായത് മീറ്റ്, മാംസം, ഇറച്ചി മാത്രം കഴിക്കുന്നവയാണ് നമ്മൾ കാർണിവോർസ് എന്ന് പറയുന്നത്. ഒംനിവോർസ്. ഒംനിവോർസ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. അതായത് പ്ലാന്റ്സും മീറ്റും ഒരുപോലെ കഴിക്കുന്നവയാണ് നമ്മൾ ഒംനിവോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഹെർബിവോർസിന് എക്സാമ്പിൾ എന്താണ്? കൗ ഉണ്ടല്ലേ, കൗ ഉണ്ട്. അതുപോലെ തന്നെ ഡീർ, ഇതൊക്കെ എന്താണ്? സസ്യങ്ങൾ, ചെടികൾ മാത്രം കഴിക്കുന്നവയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമുക്കതിൽ എഴുതാം, പഠിച്ചു വെക്കാം. ഇനി കാർണിവോർസ് എന്ന് പറയുമ്പം മീറ്റ് കഴിക്കുന്നത് ഏതൊക്കെയാണ്? മീറ്റ് കഴിക്കുന്ന എന്തൊക്കെ ആനിമൽസ്? ടൈഗർ ഉണ്ട്, ലയൺ ഉണ്ട്, അത് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. അടുത്ത എന്താണ്? ഒംനിവോർസ്. ഒംനിവോർസിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യന്മാർ തന്നെയാണ്, ഹ്യൂമൻസ് ആണ് അല്ലേ. അപ്പോൾ എക്സാമ്പിളും കൂടെ ഇത് ഓരോന്നിൻ്റെയും പഠിച്ചു വെക്കുക. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡു കാർണിവോർസ് ബോഡി ഫീച്ചർ ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ? എങ്ങനെയാണ് കാർണിവോർസിൻ്റെ ബോഡി ഫീച്ചർ അതിൻ്റെ ഇരയെ പിടിക്കാൻ സഹായിക്കുന്നത്? നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? ഒന്ന്, ദെയർ ഷാർപ്പ് നെയിൽസ് ഹെൽപ്സ് ടു അറ്റാക്ക് ദെയർ പ്രേ. അതിൻ്റെ ഷാർപ്പ് നെയിൽസ്, കൂർത്ത നഖങ്ങൾ അതിൻ്റെ ഇരയെ അറ്റാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് ടെയർ ദെയർ പ്രേ. അതായത് അതിൻ്റെ ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള പല്ലുകൾ അതിൻ്റെ ഇരയെ കടിച്ച് കീറാനായിട്ട് സഹായിക്കുന്നു. അടുത്ത കാർണിവോർ ബേർഡ്സിനാണെങ്കിലോ അവയെന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്ക് ഹെൽപ്സ് ടു പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ. അതായത് നമ്മൾ പറഞ്ഞു, കൊത്തിയെടുക്കാനായിട്ട്, അങ്ങനെ കഴിക്കാനായിട്ട് അതിൻ്റെ ഇരയെ അങ്ങനെ കഴിക്കാൻ സഹായിക്കുന്നു. സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്സ് ടു ഗ്യാദർ ഫുഡ്. അതായത് അതിൻ്റെ ക്ലോസ്, നഖങ്ങൾ, വളഞ്ഞ കൂർത്ത നഖങ്ങളാണ്, അത് ഫുഡ് ഗ്യാദർ ചെയ്യാനായിട്ട് അവയെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത 9th ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡസ് ദ ടീത്ത് ഓഫ് ഹെർബിവോർസ് ഹെൽപ്സ് ദം ഇൻ ഈറ്റിംഗ്? എങ്ങനെയാണ് ഹെർബിവോർസിന് അതിൻ്റെ പല്ല് കഴിക്കാൻ സഹായിക്കുന്നത്? ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസ്. ദ സ്ട്രക്ചർ ഓഫ് ടീത്ത് ഓഫ് ഹെർബിവോർസ് ഈസ് സ്യൂട്ടഡ് ടു ച്യൂ പ്ലാന്റ് പാർട്സ്. അതായത് സസ്യങ്ങളെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഹെർബിവോർസിൻ്റെ പല്ലുകൾ വന്നിരിക്കുന്നത്. അടുത്ത 10th ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്റ്റേജസ് ഇൻ ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? മദർ ബട്ടർഫ്ലൈ എഗ്ഗ് ലേ ചെയ്യും അല്ലേ. എഗ്ഗ്, ലാവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. അപ്പോൾ അതും അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ബട്ടർഫ്ലൈസും ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. ഏതാണ്? ടോണി കോസ്റ്റർ, കോമൺ പേരറ്റ്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മർമൺ. അപ്പം ഇതിൻ്റെയൊക്കെ പേരുകളും ഒക്കെ പഠിച്ച് വയ്ക്കുക. അടുത്ത 12th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ്? അതായത് ക്രീച്ചേഴ്സ്, ഈ ക്രീച്ചേഴ്സിനൊക്കെ താമസിക്കുന്ന സറൗണ്ടിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പഠിച്ചു. എന്താണ്? ഡു നോട്ട് ത്രോ വേസ്റ്റ്. നമ്മൾ വേസ്റ്റ് ഒന്നും കളയാൻ വേസ്റ്റ് ഒന്നും എറിഞ്ഞ് കളയരുത്. അതുപോലെ തന്നെ പുറത്തേക്ക് അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. പിന്നെ പ്രൊട്ടക്റ്റ് ഫോറസ്റ്റ്, വനങ്ങൾ അതുപോലെ റിവേഴ്സ്, നദികളൊക്കെ നമ്മൾ സംരക്ഷിക്കുക. കീപ് നേച്ചർ ക്ലീൻ, പരിസരമൊക്കെ വൃത്തിയായിട്ട് നമ്മൾ പ്രകൃതിയെ സൂക്ഷിക്കുക. പ്ലാന്റ് മോർ ട്രീസ്, ഒരുപാട് മരങ്ങളൊക്കെ നട്ട് പിടിപ്പിക്കുക. ഇത്രയാണ് ഈ ഒരു പാഠത്തിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി ഇത് കൂടാതെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറേ ആനിമൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അതിനെ നമുക്ക് ഇപ്പം ആനിമൽസിൻ്റെ ഓരോ ക്രീച്ചേഴ്സിൻ്റെ ഓരോ പ്രത്യേകതകളുണ്ടല്ലോ. അതിൻ്റെ നിറം, കളറ്, സ്പോട്ട്, അതുപോലെ സ്ട്രൈപ്സ്, ഇതിൻ്റെയൊക്കെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ കുറേ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു. അപ്പം ഓരോ ആനിമലും ഏതൊക്കെ ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെ ബോക്സിൽ വരും എന്നുള്ളത് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത്രയാണ് ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റും. ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്